പ്രൊജക്ടൈലിന്റെ പ്രോബ്ലം ആണ്. എന്താ പ്രോബ്ലം? A particle is projected with a velocity of 49 meter per second at an angle of 30 degree to the horizontal. Calculate maximum height, time of flight and horizontal range. പ്രൊജക്ടൈലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ എന്താ ചോദിച്ചിട്ടുള്ളത്? A particle is projected with a velocity of 49 meter per second at an angle of 30 degree with the horizontal. എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? ഒരു വസ്തുവിനെ 49 മീറ്റർ പെർ സെക്കൻഡിൽ ഹൊറിസോണ്ടലുമായിട്ട് 30 ഡിഗ്രി ആംഗിളിൽ പ്രൊജക്ട് ചെയ്തു. ഇപ്പം എന്താ, ഇത് ഹൊറിസോണ്ടലാണ്, ഇത് വെർട്ടിക്കലാണ്. ഇവിടെ നിന്ന് എങ്ങനെ പ്രൊജക്ട് ചെയ്തു? ഇതാ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തു വിത്ത് എ വെലോസിറ്റി ഓഫ് 49 മീറ്റർ പെർ സെക്കൻഡ്. ആംഗിൾ എത്രയാ? തീറ്റ ഡിഗ്രി. എന്തുകൊണ്ട് നമ്മൾ ഈ ആംഗിൾ തീറ്റ എന്ന് എടുത്തു? ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ് ആൻഡ് ഹൊറിസോണ്ടൽ റേഞ്ച്. മൂന്നും ചോദിച്ചിട്ടുണ്ട്. മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കണം, ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കണം, ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ഡേറ്റ എന്താ തന്നിട്ടുള്ളത്? ഇനീഷ്യൽ വെലോസിറ്റി യുടെ വാല്യൂ തന്നിട്ടുണ്ട് 49 മീറ്റർ പെർ സെക്കൻഡ്. ശ്രദ്ധിക്കേണ്ടത്, ഈ തന്നിട്ടുള്ള SI യൂണിറ്റ് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക. SI യൂണിറ്റിലല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ടത് ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. 30 ഡിഗ്രി, വേറൊന്നും തന്നിട്ടില്ല. ഇനി കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കണം, ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കണം, ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു പോകാം. ആദ്യം മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എന്താണ്? U സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g എന്ന് പഠിച്ചു. മാക്സിമം ഹൈറ്റിനുള്ള ഇക്വേഷൻ U സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. യുടെ വാല്യൂ എത്രയാണ്? 49 സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ഇസ് 30 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.8. സൈൻ 30യുടെ വാല്യൂ 1/2 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സൈൻ സ്ക്വയർ 30യുടെ വാല്യൂ 1/2 ഹോൾ സ്ക്വയർ വരും. എന്ത് കിട്ടും? 49 സ്ക്വയർ ഇൻറ്റു 1/2 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.8. ഓൺ സോൾവിങ് നിങ്ങൾക്കിത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് വേണമെങ്കിലും ചെയ്യാം, ഡയറക്റ്റ് അല്ലാതെ കൈ കൊണ്ട് വേണം നമുക്ക് സാധാരണ കാൽക്കുലേറ്റ് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. ആൻസർ ചെയ്യുമ്പോൾ 30.625 എന്ന ആൻസർ കിട്ടുന്നു. 30.625 എന്ന് കിട്ടുന്നു. ഈസ് ആൻസർ. കണ്ടുപിടിച്ചത് മാക്സിമം ഹൈറ്റ് ആണ്. ഹൈറ്റിന്റെ SI യൂണിറ്റ് മീറ്റർ ആയതുകൊണ്ട് 30.625 മീറ്റർ എന്ന് കിട്ടുന്നു. ഇനിയിപ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഡേറ്റാസ് എടുത്ത് എഴുതിയിരിക്കണം, കൃത്യമായിട്ട് എടുത്ത് എഴുതിയിരിക്കണം. കണ്ടുപിടിക്കേണ്ടത് എന്താണോ അതിൻ്റെ ഇക്വേഷൻ ഉണ്ടായിരിക്കണം. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് ഉണ്ടായിരിക്കണം. ഫൈനൽ ആൻസർ വിത്ത് SI യൂണിറ്റും ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഒരു പ്രോബ്ലം ചോദിച്ചാൽ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. കാര്യം ഈ പറഞ്ഞ ഞാൻ ഈ നോട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആരോ മാർക്ക് ഇട്ട് കാണിച്ചിട്ടുള്ളതിനെല്ലാം മാർക്കുള്ള സ്റ്റെപ്സ് ആണ്. ശ്രദ്ധിച്ചു നോക്കുക ആ കാര്യം. ഇനി അടുത്ത കണ്ടുപിടിക്കാനുള്ള എന്താണ്? ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റിന് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ ടൈം ഓഫ് ഫ്ലൈറ്റിന് ഇക്വേഷൻ പഠിച്ചത്? 2u sin θ ഡിവൈഡഡ് ബൈ g എന്ന് പഠിച്ചു. ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു 2u sin θ ഡിവൈഡഡ് ബൈ g. വാല്യൂസ് ഉണ്ടല്ലോ. 2 ഇൻറ്റു യുടെ വാല്യൂ എത്രയാണ്? 49 ഇൻറ്റു sin 30 ഡിവൈഡഡ് ബൈ 9.8. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഇത്രയും കിട്ടും. 5 സെക്കൻഡ് കിട്ടും. ആൻസർ ഈസ് 5 സെക്കൻഡ്. 5 സെക്കൻഡ് എന്ന ആൻസർ നമുക്ക് കിട്ടുന്നു. ഈ 48 9.8 ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നോക്കുക. അടുത്ത കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ള ഏതാണ്? ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഹൊറിസോണ്ടൽ റേഞ്ചിനുള്ള ഇക്വേഷൻ എന്താണ്? ഹൊറിസോണ്ടൽ റേഞ്ച് R ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ടൈം ഓഫ് ഫ്ലൈറ്റ് മാക്സിമം ഹൈറ്റിനുള്ള ഇക്വേഷൻ U സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g എന്ന് പഠിച്ചു. ടൈം ഓഫ് ഫ്ലൈറ്റിനുള്ള ഇക്വേഷൻ 2u sin θ ഡിവൈഡഡ് ബൈ g എന്ന് പഠിച്ചു. റേഞ്ചിനുള്ള ഇക്വേഷൻ എന്താ പഠിച്ചത്? U സ്ക്വയർ സൈൻ 2θ ഡിവൈഡഡ് ബൈ g. U സ്ക്വയർ സൈൻ 2θ ഡിവൈഡഡ് ബൈ g. U സ്ക്വയർ എന്ന് വെച്ചാൽ 49ന്റെ സ്ക്വയർ ഇൻറ്റു സൈൻ 2θ. സൈൻ 2 ഇൻറ്റു തീറ്റ ഈസ് 30 ഡിവൈഡഡ് ബൈ 9.8. ഇത് നമുക്ക് ആൻസർ എന്തെന്ന് കിട്ടും? 49 സ്ക്വയർ ഇൻറ്റു സൈൻ 2 ഇൻറ്റു 30 സൈൻ 60. സൈൻ 60 ഡിവൈഡഡ് ബൈ 9.8. ഈ സൈൻ 60യുടെ വാല്യൂ നമുക്കറിയാം. സൈൻ 60യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയാൽ നമുക്ക് ആൻസർ 212.17 എന്ന് കിട്ടും. 212.17 എന്ന് കിട്ടുന്നു. കണ്ടുപിടിച്ചത്
റേഞ്ച് ആയതുകൊണ്ട് ഇറ്റ് ഹാസ് ആൻ SI യൂണിറ്റ് മീറ്റർ. അപ്പോൾ എന്താ പറഞ്ഞത്, 49 മീറ്റർ പെർ സെക്കൻഡിൽ 30 ഡിഗ്രി ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടൊരു വസ്തുവിനെ പ്രൊജക്ട് ചെയ്തപ്പോൾ ആ വസ്തുവിന്റെ എന്ത് കണ്ടുപിടിച്ചു നമ്മൾ? ഹൈറ്റ് കണ്ടുപിടിച്ചു, ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിച്ചു, ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിച്ചു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്ത പ്രോബ്ലം. A shot is fired from a gun on the top of a hill 90 meter high with a velocity of 80 meter per second and at an angle 30 degree with the horizontal. Find the horizontal distance between the vertical line through the gun and the point where the shot strikes the ground. ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടല്ലേ, ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്താണ്? ഫൈൻഡ് ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വെർട്ടിക്കൽ ലൈൻ ത്രൂ ദ ഗൺ ആൻഡ് ദ പോയിന്റ് വേർ ദ ഷോട്ട് സ്ട്രൈക്സ് ദി ഗ്രൗണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം. എ ഷോട്ട് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ ഓൺ ദി ടോപ്പ് ഓഫ് എ ഹിൽ 90 മീറ്റർ ഹൈ. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? 90 മീറ്റർ ഹൈറ്റ് ഉള്ള ഹില്ലുണ്ട്. അപ്പം ഞാൻ എന്താ ഹില്ലിനെ ഞാൻ വരയ്ക്കാം. എന്താ ഇതാ ഹില്ലാണ്. നമുക്കൊരു ക്ലിഫ് പോലെയൊക്കെ വരയ്ക്കാം. ഉയരത്തിൽ നിൽക്കുന്നു എന്ന് മാത്രം സൂചിപ്പിച്ചാൽ മതി. അപ്പോൾ ഇത് 90 മീറ്റർ ആണ്. 90 മീറ്റർ. A shot is fired from a gun on the top of a hill 90 meter high with a velocity of 80 meter per second. അപ്പോൾ ഇതിന്റെ മുകളിൽ നിന്ന് നമ്മൾ വെടിവെക്കുകയാണ്. എത്ര മീറ്റർ പെർ സെക്കൻഡിൽ? 80 മീറ്റർ പെർ സെക്കൻഡിൽ വെടിവെക്കുകയാണ്. വിത്ത് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ദി ഹൊറിസോണ്ടൽ. അപ്പോൾ നമ്മൾ വെടിവെക്കുന്ന ഷൂട്ട് ചെയ്യുന്ന എങ്ങനെയാണ്? നേരെ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടല്ല, ഹൊറിസോണ്ടലുമായിട്ട് 30 ഡിഗ്രി ആംഗിളില്ല വെടിവെക്കുന്നത് അല്ലേ. അപ്പോൾ ഹൊറിസോണ്ടൽ ഇങ്ങനെ ഉണ്ട്. ഇതിൽ നമ്മൾ 30 ഡിഗ്രിയിൽ, ഇത് 30 ഡിഗ്രിയാണ്, 80 മീറ്റർ പെർ സെക്കൻഡിൽ ഫയർ ചെയ്തു. വിത്ത് ഹൊറിസോണ്ടൽ. ഫൈൻഡ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എവിടെ നിന്നുള്ളതാ? ഫൈൻഡ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വെർട്ടിക്കൽ ലൈൻ ത്രൂ ദി ഗൺ. ഇപ്പൊ ഇവിടെയാണല്ലോ ഗണ്ണിരിക്കുന്നത്. ഗണ്ണിലൂടെ ഉള്ള വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുമല്ലോ. ഇതാണ് ഗണ്ണിലൂടെ ഉള്ള വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ ഫൈൻഡ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വെർട്ടിക്കൽ ലൈൻ ത്രൂ ദ ഗൺ ആൻഡ് ദ പോയിന്റ് വെയർ ദ ഷോട്ട് സ്ട്രൈക്സ് ദി ഗ്രൗണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന വെടിയുണ്ട തറയിൽ വന്ന് പതിക്കും അല്ലേ. അപ്പൊ തറയിൽ വന്ന് പതിക്കുന്ന സ്ഥലവും ഗണ്ണുമായിട്ട് ഗണ്ണിന്റെ വെർട്ടിക്കലും തമ്മിൽ ഉണ്ടാക്കുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നല്ലോണം മനസ്സിലാക്കുക. ഗണ്ണിരിക്കുന്ന പോയിന്റിലുള്ള വെർട്ടിക്കലും ഷൂട്ട് വന്ന് വീഴുന്ന, വെടിയുണ്ട വന്ന് വീഴുന്ന സ്ഥലവുമായിട്ടുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള, ഇതാണ് കണ്ടുപിടിക്കാനുള്ള റേഞ്ച്. ഇതാണ് കണ്ടുപിടിക്കാനുള്ളതെന്ന് തിരിച്ചറിവ് നിങ്ങൾക്ക് കൃത്യമായി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം റേഞ്ച്. അപ്പോൾ ഈ റേഞ്ചിന്റെ ഒരു പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു പ്രൊജക്ടൈൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? റേഞ്ച് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻടു ടൈം ചെയ്താൽ മതി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാര്യം ഈ ഹൊറിസോണ്ടൽ വെലോസിറ്റി പ്രൊജക്ടൈലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ റേഞ്ച് കണ്ടുപിടിക്കാൻ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻടു ടൈം എടുത്താൽ മതി. ഇവിടെ നിന്ന് ഇതുവരെ എത്താൻ എടുത്ത ടൈം കൂടെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഹൊറിസോണ്ടൽ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. ഹൊറിസോണ്ടൽ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാതെ? ഇത് 80 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് റിസോൾവ് ചെയ്യാം. ഇതാരെന്ന് കിട്ടും? തീറ്റയോട് ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ട് ഇത് കോസ് കമ്പോണന്റ് ആണ്. ഇപ്പൊ എന്ത് കിട്ടും? 80 കോസ് 30 എന്ന് കിട്ടും. ഇത് ശരിയല്ലേ? ഇതെന്ത് കിട്ടും? 80 സൈൻ 30 എന്ന് കിട്ടും. കാര്യം എന്താണ്? ഒരു വെക്ടർ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് യു എന്ന് പറയുന്ന വെക്ടറാണ്, ഇത് തീറ്റയും ആണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് യു കോസ് തീറ്റ എന്നും ഇതിനെ എന്തെന്ന് എഴുതാം? വെർട്ടിക്കൽ കമ്പോണന്റ് ആയി യു സൈൻ തീറ്റ എന്നും എഴുതാം. അത് പ്രകാരമായി ഇത് എഴുതിയത്. 80 ആണെങ്കിൽ ഇവിടെ 80 കോസ് 30 എന്നും ഇവിടെ 80 സൈൻ 30 എന്നും എഴുതുന്നു. അത് പ്രകാരം എഴുതി. അപ്പോൾ ഇതിന്റെ വെലോസിറ്റി, ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 80 കോസ് 30 എഴുതാം. 80 കോസ് 30 വാല്യൂസ് ഒക്കെ പിന്നെ കൊടുക്കാം, കിടന്നോട്ടെ. പക്ഷേ ടൈം നമുക്ക് അറിഞ്ഞൂടാം. ഇവിടെ മുതൽ ഇതുവരെ എത്താൻ എടുത്ത ടൈം എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ ഈ ടൈം നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് മുകളിൽ നിന്ന് താഴെ വരെ എത്താൻ എടുത്ത സമയം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താ? എത്ര ഡിസ്റ്റൻസാണ് താഴേക്ക് വന്നതെന്നുള്ളത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് താഴെ എത്താൻ എടുത്ത ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇതിന്റെ വെർട്ടിക്കൽ മോഷൻ എടുക്കുകയാണ്. വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വസ്തുവിനുള്ള വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി u ഈസ് ഈക്വൽ ടു എവന്റെ വെർട്ടിക്കൽ വെലോസിറ്റി മാത്രം നമ്മൾ എടുക്കുന്നു അല്ലേ. 80 സൈൻ 30 ഇത് കിട്ടും. 80
സൈൻ 30. സൈൻ 30യുടെ വാല്യൂ 1/2 ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ എന്ത് കിട്ടും? 80 × 1/2 ഇസ് ഈക്വൽ ടു 40 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് ഇവൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി ആയിട്ട് കിട്ടും. ആക്സിലറേഷൻ ഉണ്ടോ? എ ഇസ് ഈക്വൽ ടു ഉണ്ട്, മൈനസ് ജി. കാര്യം പ്രൊജക്ട് ചെയ്യുന്ന മുകളിലോട്ടാണ്, ആക്സിലറേഷൻ ഗ്രാവിറ്റി താഴേക്കാണ്. സോ എ ഇസ് ഈക്വൽ ടു മൈനസ് ജി. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇവിടെ മുതൽ ഇവൻ തിരിച്ച് ഗ്രൗണ്ടിലേക്ക് എത്തി. ഇവന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? നമ്മൾ എടുക്കുന്നത് വെർട്ടിക്കൽ മോഷൻ മാത്രമാണ്. വെർട്ടിക്കൽ മോഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇവൻ എത്ര വെർട്ടിക്കൽ ഡിസ്റ്റൻസ് താഴേക്ക് വന്നു എന്നാണല്ലോ നമ്മൾ എടുക്കുന്നത്. ഹൊറിസോണ്ടൽ മോഷൻ കൺസിഡർ ചെയ്യുന്നതേ ഇല്ല, വെർട്ടിക്കൽ മോഷൻ മാത്രം കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ യു സൈൻ തീറ്റ എന്ന് പറയുന്ന വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി കാരണം ഇവൻ എത്ര ഡിസ്റ്റൻസ് വെർട്ടിക്കലി മൂവ് ചെയ്തു? എത്രയാണ്? ഇവിടെ ഇരുന്ന ആള് ദാ ഈ ലെവലിലെത്തി. ദാറ്റ് മീൻസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എത്രയാണ്? 90 മീറ്റർ ആണ്. 90 മീറ്റർ. 90 മീറ്റർ എന്ന് എഴുതുമ്പോഴും ഇതിലൊരു തെറ്റുണ്ട് എന്ന് കാണുന്ന കുട്ടിയാണ് നല്ല കുട്ടി. എന്താ നല്ല കുട്ടി എന്ന് പറയാൻ കാര്യം? ഇറ്റ് ഹാസ് എ നെഗറ്റീവ് സൈൻ. എന്തുകൊണ്ട് നെഗറ്റീവ് സൈൻ കൊടുത്തു? നമ്മൾ മുകളിലേക്ക് എടുത്ത വെലോസിറ്റിയെ പോസിറ്റീവ് എന്ന് എടുത്തിട്ടുണ്ടല്ലേ. 80 സൈൻ 30 എന്നുള്ളത് പോസിറ്റീവായിട്ട് എടുത്തു. എങ്കിൽ അതിന് താഴേക്ക് മെഷർ ചെയ്യുന്നു. ഇവിടെ നിന്ന് മുകളിലോട്ടുള്ള പോസിറ്റീവ് എന്ന് എടുത്താൽ ഇവിടെ നിന്ന് താഴേക്കുള്ള എന്തെടുക്കാനേ നിവൃത്തിയുള്ളൂ? നെഗറ്റീവ് എന്ന് എടുക്കാനേ നിവൃത്തിയുള്ളൂ. അപ്പോൾ യു ഉണ്ട്, എ ഉണ്ട്, എസ് ഉണ്ട്. ഇനി നമുക്ക് ടി കണ്ടുപിടിച്ചൂടെ? അതായത് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ എത്താൻ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് 80 ഡിസ്പ്ലേസ്മെന്റ് മൂവ് ചെയ്യാൻ അവന് എത്ര സമയം എടുത്തു എന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? കണ്ടുപിടിക്കാമല്ലോ നമുക്ക്. ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇക്വേഷൻ ടി ആണ് കണ്ടുപിടിക്കാനുള്ളത്. ബൈ ദ ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. എസിന്റെ വാല്യൂ എത്രയാണ്? -90. -90 ഈസ് ഈക്വൽ ടു യുടെ വാല്യൂ 40. 40 ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു മൈനസ് ജി ഇൻറ്റു ടി സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇസ് ഈക്വൽ ടു -90 ഇസ് ഈക്വൽ ടു 40t മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് കിട്ടും. ഹാഫ് ജി ടി സ്ക്വയർ എന്ന് കിട്ടും. ഇനി ജിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ നമുക്ക്. ജിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 40t മൈനസ് ഹാഫ് ഇൻറ്റു 9.8 ടി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇക്വേഷൻ കിട്ടും അല്ലേ? ടിക്ക് ഒരു ഇക്വേഷൻ കിട്ടും. ആ ടിക്ക് ഒരു ഇക്വേഷനിൽ നിന്ന് ടിയുടെ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തെടുക്കണം. ടിയുടെ വാല്യൂ കണ്ടുപിടിച്ചെടുക്കണം. ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. -b + or - √b² - 4ac എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടോ ഇതിനെ നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിലവിൽ ഞാനിവിടെ കാണിക്കുന്നില്ല. സോൾവ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഇതിന് ഒരു സ്റ്റെപ്പ് കൂടെ നമുക്കൊന്ന് മാറ്റിയൊക്കെ എഴുതാം കേട്ടോ. ഈ 2 കൊണ്ട് LCM ഒക്കെ എടുത്താൽ അതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്യാൻ പിടികിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ സെഷനിൽ എന്നോട് ചോദിക്കുക. കാര്യം നമ്മുടെ പഠിച്ചിട്ടുള്ള മാത്സ് ആണ്, ബേസ് ആണ്. അപ്പോൾ അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അത് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നുള്ളവരോട് പറഞ്ഞു തരും. എന്തായാലും ശ്രമിച്ചു നോക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് -90 ഈസ് ഈക്വൽ ടു 40t മൈനസ് ഹാഫ് ഇൻറ്റു 9.8 ടി സ്ക്വയർ എന്ന ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് ടിയുടെ വാല്യൂ നമുക്ക് 10 സെക്കൻഡ് എന്ന് കിട്ടും. ടി ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ്. ഇവിടെ നിന്ന് ടി ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ് എന്ന ആൻസർ കിട്ടും. 10 സെക്കൻഡ് എന്ന ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നുള്ള ടൈം കിട്ടിയല്ലേ. ഇവിടെ നിന്ന് ഇവിടെ എത്താൻ എടുത്ത സമയം, അതായത് ഈ ഒരു 90 മീറ്റർ എന്ന ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് മൂവ് ചെയ്യാൻ എടുത്ത സമയം തന്നെയാണ് അവൻ ഇവിടെ എത്താൻ എടുക്കുന്ന ടൈം. ഇപ്പം എന്താണ്? 10. ഇനി ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിച്ചൂടെ? എന്താണ്? 80 cos 30യുടെ വാല്യൂ എത്രയാണ്? √3/2 ഇൻറ്റു 10 എന്ന് കിട്ടും. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 5 എന്ന് കിട്ടും. 5 × 8 ഈസ് 400 √3 മീറ്റർ. 400 √3 മീറ്റർ എന്ന എന്ത് ആൻസർ നമുക്ക് കിട്ടും? ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ആൻസർ കിട്ടും. ഇനി ആ √3യുടെ വാല്യൂ നമുക്കറിയാം അല്ലേ? √3യുടെ വാല്യൂ എത്രയാണ്? 1.73 എന്നുള്ള വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ആ 1.73 എന്നുള്ള വാല്യൂ കൂടി ഇട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്രയെന്ന് കിട്ടും? 692 എന്ന് കിട്ടും. 692 ഒരു ഡെസിമൽ പോയിന്റ് കൂടെ വരും. 692.82 മീറ്റർ എന്ന് കിട്ടും. 692.82 മീറ്റർ എന്ന ആൻസറിലേക്ക് നമുക്ക് കിട്ടും. ഏത് ആൻസർ എഴുതിയാലും മതി, നമുക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം എന്താ നമ്മൾ പറഞ്ഞത്? ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരു ടവറിന്റെ മുകളിൽ നിന്നും പ്രൊജക്ട് ചെയ്ത് താഴെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവന്റെ എന്ത് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നു? ഈ ഒരു ഹൊറിസോണ്ടൽ റേഞ്ച് ഒക്കെ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ എടുക്കുന്നത്? വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്തിട്ട് അവന്റെ ടൈം കണ്ടുപിടിക്കുന്നു. ടൈം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്ന് ടൈം കണ്ടുപിടിച്ചതിന് ശേഷം ഹൊറിസോണ്ടൽ റേഞ്ചിന് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം എന്നുള്ള ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ഇക്വേഷൻ വന്നത്? പ്രൊജക്ടൈൽ ആണെങ്കിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഓൾവേസ് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇക്വേഷനിലേക്ക് എത്തിപ്പെട്ടത്. എന്തെങ്കിലും ഡൗട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചോദിക്കാം. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പറയാം, പൂർണ്ണമായി ചെയ്യില്ല എങ്കിലും. -90
ഈസ് ഈക്വൽ ടു 40t മൈനസ് ഹാഫ് ഇൻറ്റു 9.8 ടി സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇപ്പോൾ ഈ ഡിനോമിനേറ്ററിനെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൽ 4.9 എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് 90 ഈസ് ഈക്വൽ ടു 40t മൈനസ് 4.9 ടി സ്ക്വയർ. ഇവിടെ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ താല്പര്യമില്ലാതെ LCM എടുത്ത് ചെയ്താലും യാതൊരു പ്രശ്നവുമില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എന്താ ഇനി എല്ലാം ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാം അല്ലേ? നമുക്ക് എന്താണ് ax² പ്ലസ് bx പ്ലസ് c എന്ന ഇക്വേഷനിൽ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടിയാലാണ് x ഈസ് ഈക്വൽ ടു നമ്മൾ എന്തെന്ന് എഴുതുന്നത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്ന ഇക്വേഷനൊക്കെ എഴുതാൻ പറ്റുന്നു. ഈ ഒരു ഫോമിൽ എത്തിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? എല്ലാത്തിനെയും ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുന്നു. ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്ന് എന്തെന്ന് എഴുതാം നമുക്ക്? എന്താ എവനെ ഇങ്ങനെ കൊണ്ടുവന്നാൽ മൈനസ് 4.9 ടി സ്ക്വയർ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 4.9 ടി സ്ക്വയർ. ഇത് ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മൈനസ് 40t. ഇവിടെ ആരുണ്ട്? മൈനസ് 90 ഉണ്ട്. ഈസ് ഈക്വൽ ടു 0. ഇവിടെ ഇട്ട് വേണമെങ്കിൽ സോൾവ് ചെയ്യാം, വേണമെങ്കിൽ ഡെസിമൽ പോയിന്റിന് എടുത്ത് കളയാം. ഡെസിമൽ പോയിന്റിന് എടുത്ത് കളയാൻ വേണ്ടി ത്രൂ ഔട്ട് ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 49t സ്ക്വയർ മൈനസ് 400t മൈനസ് 900 ഈസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ പ്രകാരം ചെയ്തതിന് ശേഷം ഈ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് ആരെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും? ടി സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ടി സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ 10 ആൻസർ കിട്ടും. The ceiling of a hall is 25 meter high. What is the maximum horizontal distance that a ball thrown with a velocity of 40 meter per second can go without hitting the ceiling of the hall? എന്താ അവർ ചോദിച്ചിട്ടുള്ളത്? The ceiling of a hall is 25 meter high. അപ്പോൾ നമ്മളൊരു റൂമുണ്ട്, ഒരു ഹോളുണ്ട്. ആ ഹോളിന്റെ സീലിംഗ് എന്താ? ഈ സീലിംഗ് ഉദ്ദേശിക്കുന്നത് സീലിംഗ് ഫാൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? റൂമിന്റെ ടോപ്പ് അതിനെ നമ്മൾ സീലിംഗ് എന്ന് വിളിക്കുന്നത്. റൂമിന്റെ ടോപ്പ് അതിനെ സീലിംഗ് എന്ന് വിളിക്കുന്നു. അപ്പോൾ സീലിംഗ് ഓഫ് എ വാൾ ഈസ് 25 മീറ്റർ ഹൈ. എത്ര ഹൈറ്റ് ഉണ്ട് അതിന്? 25 മീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മുടെ സീലിംഗ് ഉണ്ട്. ഈ സീലിംഗിന്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ എത്രയും തന്നിട്ടുണ്ട് അവർ? 25 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈസ് 25 മീറ്റർ ഹൈ. What is the maximum horizontal distance that a ball thrown with a velocity of 40 meter per second can go without hitting the ceiling of the wall? ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഇപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. ആരുടേതാണ്? ദാറ്റ് എ ബോൾ ത്രോൺ വിത്ത് എ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഓഫ് 40 മീറ്റർ പെർ സെക്കൻഡ്. സോറി, ബോൾ ത്രോൺ വിത്ത് എ വെലോസിറ്റി ഓഫ് 40 മീറ്റർ പെർ സെക്കൻഡ് ക്യാൻ ഗോ വിത്തൗട്ട് ഹിറ്റിംഗ് ദ സീലിംഗ് ഓഫ് ദി ഹോൾ. ഇപ്പോൾ ഒരു ബോളിനെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തു എറിഞ്ഞു. വിത്ത് എ വെലോസിറ്റി എത്രയാണ്? 40 മീറ്റർ പെർ സെക്കൻഡ്. ഇവന് പോകാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എന്താ കണ്ടീഷൻ? ഈ എറിയുമ്പോൾ ഇതിന്റെ മുകളിൽ പോയി ഇടിക്കാൻ പാടില്ല. അത് നമുക്ക് തന്നെ അറിയാമല്ലേ, ഒരു റൂമിനകത്ത് നിന്ന് നമുക്ക് ഒരിക്കലും ഉയരത്തിലേക്ക് ഒരു ബോളിന് വലിച്ചെറിയാൻ പറ്റില്ല. കാര്യം എന്താണ്? അങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ പോയി ഇടിച്ചിട്ട് താഴെ വന്നു കഴിയും. അപ്പൊ എന്താണ്? ഇവൻ മുകളിൽ പോയി ഹിറ്റ് ചെയ്യാതെ എറിയാൻ പറ്റുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് നോക്കണം. മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാൻ ആംഗിൾ എത്രയാണ്? മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടുന്ന എത്രയാണ്? തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രിയിലാണ് കിട്ടുന്നത്. ശരിയല്ലേ? ഈ തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രിയിൽ മാക്സിമം ഹൈറ്റ് എത്രയാണെന്ന് ചെക്ക് ചെയ്യണം. ഈ മാക്സിമം ഹൈറ്റിനുള്ള ഇക്വേഷൻ എന്താണ്? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ഇവിടെ തീറ്റയ്ക്ക് 45 ഇട്ടതിന് ശേഷം ഹൈറ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു നോക്കുക. അപ്പൊ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ എത്ര കിട്ടും? എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ എത്രയാണ്? 40 അല്ലേ? 40യുടെ സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? സൈൻ 45 സൈൻ സ്ക്വയർ 45 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.8 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്തെന്ന് കിട്ടും? 1600 ഇൻറ്റു സൈൻ 45ന്റെ വാല്യൂ 1/√2 ആണ്. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1/2 ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു 2 ഇൻറ്റു 9.8. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. $40.8 ഉണ്ടെന്ന് ആൻസർ കിട്ടും. ഇത് ചെയ്യുമ്പോൾ 40.81 മീറ്റർ എന്ന ആൻസറിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. ഈ 40.81 എന്ന മീറ്ററിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്ത് കാര്യം മനസ്സിലാക്കും? മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടാനായിട്ടുള്ള 45 ഇട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ 40 മീറ്റർ അവന് ഉയർന്നു പോകുന്നു. 25 മീറ്റർ അല്ലേടേ ഇതിനുള്ള സീലിങ്ങിന്റെ പൊക്കമുള്ളു. അപ്പോൾ ഈ 45 ഡിഗ്രിയിൽ നമ്മൾ ഇതിന് എറിയാൻ പറ്റുമോ? മുകളിൽ പോയി ഇടിച്ചിട്ട് താഴെ വന്ന് വീഴും. ശരിയാണ്. അപ്പോൾ
മാക്സിമം കിട്ടുന്ന 45-ലല്ല. ഇത് ആദ്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ. അങ്ങനെ ഈ 45-ലാണ് 45-ൽ കിട്ടുന്നത് ഇതിനേക്കാൾ ചെറിയൊരു വാല്യൂ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബാക്കി ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാര്യം മാക്സിമം റേഞ്ച് കിട്ടുന്ന എപ്പോഴും എന്ത് തന്നെയാണ്, 45 തന്നെയാണ്. പറഞ്ഞ കാര്യം എന്താണ്, മുകളിൽ പോയി ഇടിക്കാതെ ഒരു ബോളിന് പോകാൻ പറ്റുന്ന മാക്സിമം റേഞ്ച് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യാൻ പറഞ്ഞു, തീറ്റ ഇസ് ഈക്വൽ ടു 45 ഇട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞു. എന്തിനങ്ങനെ ചെയ്ത് നോക്കാൻ പറഞ്ഞു, 45-ലാണ് മാക്സിമം റേഞ്ച് കിട്ടുന്നത്. അങ്ങനെ 45-ൽ മാക്സിമം റേഞ്ച് കിട്ടാൻ ആ ആംഗിളിൽ എറിഞ്ഞാൽ കിട്ടുന്ന ഹൈറ്റ് ബിൽഡിങ്ങിന്റെ ഹൈറ്റിനേക്കാൾ കുറവാണ് എന്നുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈസ് 45 ഡിഗ്രി. ശേഷം റേഞ്ച് അങ്ങ് കണ്ടുപിടിച്ചാൽ മതി, തീറ്റ ഇസ് ഈക്വൽ ടു 45 ഇട്ടിട്ട്. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ഒരു 45 ഡിഗ്രിയിൽ എറിയാൻ പറ്റില്ല എന്ന് ഉറപ്പായി. ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇത് എഴുതണമെന്ന് നിർബന്ധമില്ല കേട്ടോ, ഇതൊരു അറിവിന് വേണ്ടി പറഞ്ഞതാണ്. അത് കുറച്ചുകൂടെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇനി നമ്മൾ എന്താ നോക്കുന്നത്, ഇനി ഞാൻ പറയുന്നു ഇതിനെ തീറ്റ ആംഗിളിലാണ് എനിക്ക് പ്രൊജക്ട് ചെയ്യാനായിട്ടുള്ളത്. അങ്ങനെ തീറ്റ ആംഗിളിൽ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇവന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരെ മാത്രമേ പോകാവൂ, 25 മീറ്റർ വരെ മാത്രമേ പോകാവൂ. അങ്ങനെ 25 മീറ്റർ വരെ പോകാനായിട്ട് ആവശ്യമായിട്ടുള്ള തീറ്റ എത്രയാണ്, ഹൈറ്റ് 25 മീറ്റർ വരെ മാത്രം പോകാനായിട്ട് ആവശ്യമായിട്ടുള്ള തീറ്റ എത്രയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാം. യുടെ വാല്യൂ എത്രയാണ്, 40 മീറ്റർ പെർ സെക്കൻഡ്. എല്ലാ എസ്ഐയും ഇത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇനി എന്തിനെ കണ്ടുപിടിക്കണം, ഹൈറ്റ് 25 മീറ്റർ വരെ ആകാനായിട്ടുള്ള തീറ്റ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഹൈറ്റിനുള്ള ഇക്വേഷൻ എടുക്കാമല്ലോ, h is equal to u square sin square theta divided by 2g. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ, 40-യുടെ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.8. എച്ചിന്റെ വാല്യൂ എത്രയാണ്, 25 അല്ലേ. ഇവിടെ നമുക്ക് ആരെ കണ്ടുപിടിക്കണം, സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്, 25 ഇൻറ്റു ഇതിങ്ങനെ ഇപ്പുറത്ത് വരും അല്ലേ, 2 ഇൻറ്റു 9.8 ഡിവൈഡഡ് ബൈ 40-യുടെ സ്ക്വയർ. ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് ഒരു വാല്യൂ കിട്ടും. ഇവിടെ നിന്ന് കിട്ടുന്ന വാല്യൂ, സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് കിട്ടുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ടു 0.30625 എന്നൊരു ആൻസർ കിട്ടും. 30625 കിട്ടിയത് സൈൻ സ്ക്വയർ തീറ്റയാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഇവിടെ നിന്ന് സൈൻ തീറ്റ നമുക്ക് കണ്ടുപിടിച്ചുകൂടി, സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ 0. ഇവിടെ നിന്ന് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ദിസ് നമ്പർ 0.30625. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 0.553 എന്നൊരു ആൻസർ കിട്ടും. 0.553 എന്നൊരു ആൻസർ കിട്ടും. എന്തിന്റെ വാല്യൂ ആണ്, സൈൻ തീറ്റയുടെ വാല്യൂ കിട്ടും. ഈ സൈൻ തീറ്റയുടെ വാല്യൂ അതാണെന്നുണ്ടെങ്കിൽ തീറ്റയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്തോണ്ട് പോകും അല്ലേ. എന്താ എഴുതാം നമുക്ക്, സൈൻ ഇൻവേഴ്സ് 0.553. അപ്പോൾ ഈ സൈൻ ഇൻവേഴ്സ് 0.553 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 33.36 എന്ന് കിട്ടുന്നു. 33.36 എന്നൊരു ആൻസർ കിട്ടുന്നു. 33.36 വേണ്ട, 33 എന്ന് ഇപ്പോൾ തൽക്കാലം 33 റൗണ്ട് ചെയ്ത് 33 എന്ന് തന്നെ എഴുതാം. തീറ്റ ഇസ് ഈക്വൽ ടു 33 ഡിഗ്രി എന്നൊരു ആൻസർ നമുക്ക് കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ വേറെ ഒന്നും എടുക്കാതെ കറക്റ്റ് ഇത് മാത്രം എടുത്തിട്ടുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ ഫുൾ വാല്യൂ തന്നെ എടുത്തേനെ. ഇപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് അങ്ങനെ എടുക്കുന്നത് മാത്രമാണ്. 0.553 വേണ്ട, ഡെസിമൽ തന്നെ ചെയ്യാം. 33.57 എന്ന ആൻസർ നമുക്ക് കിട്ടുന്നു. 33.57 ഡിഗ്രി എന്ന ആൻസർ നമുക്ക് കിട്ടുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്, 25 മീറ്റർ ഉയരുമ്പോൾ മുകളിൽ പോയി ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തീറ്റയാണ്. അപ്പൊ ഈ 33-ൽ ഇത് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മണ്ടേ പോയി ഇടിയൂല. മുകളിൽ പോയി ടച്ച് ചെയ്തില്ല എന്ന ലെവലിൽ വന്ന് താഴെ വീഴും. അപ്പൊ ഇതാണ് നമുക്ക് 33.57 എന്ന് കിട്ടിയത് തീറ്റ. തീർന്ന ക്വസ്റ്റ്യൻ ഇല്ല. നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്, മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എ ബോൾ ത്രോൺ വിത്ത് എ വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ് ക്യാൻ ഗോ വിത്തൗട്ട് ഹിറ്റിംഗ് ദ സീലിംഗ് ഓഫ് ദ ബോൾ. അപ്പോൾ സീലിംഗിൽ പോയി ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ ആംഗിളിൽ അവൻ പോകുന്ന റേഞ്ച് കണ്ടുപിടിക്കണം. റേഞ്ചിനുള്ള ഇക്വേഷൻ എന്താണ്, u സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. റേഞ്ച് കണ്ടുപിടിക്കാം. റേഞ്ചിനുള്ള ഇക്വേഷൻ, റേഞ്ച് r is equal to u സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി.
വാല്യൂ ഉണ്ടല്ലോ, യുടെ വാല്യൂ 40യുടെ സ്ക്വയർ ഇൻറ്റു സൈൻ 2 ഇൻറ്റു തീറ്റയുടെ വാല്യൂ 33.57 33.57 ഡിവൈഡഡ് ബൈ 2 ഇല്ല, ഡിവൈഡഡ് ബൈ 9.8. ഓൺ സോൾവിങ് നമ്മൾ ഈ റേഞ്ചിനെ ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്ററിൽ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ നിവൃത്തിയുള്ളൂ. അല്ലെങ്കിൽ സൈനിന്റെ വാല്യൂ അതുപോലെ തന്നെ ഇട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ കാൽക്കുലേറ്ററിൽ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 150.5 മീറ്റർ എന്ന് കിട്ടും. 150.5 മീറ്റർ എന്ന ഹൊറിസോണ്ടൽ റേഞ്ചിന് ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാനുള്ള എന്താണ്, മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നു. അപ്പൊ ആദ്യം നോക്കേണ്ടത് 45 ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, മുകളിൽ പോയി ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ കിട്ടിയതിന് ശേഷം ആ തീറ്റ വെച്ചുകൊണ്ടുള്ള റേഞ്ച് കണ്ടുപിടിക്കണം. സാധാരണഗതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. NCERT നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ഇത് ചോദിക്കാറുണ്ട്. നോക്കി വെച്ചേക്കുക. NCERTയുടെ ക്വസ്റ്റ്യൻ ആണ്. എ ക്രിക്കറ്റർ ക്യാൻ ത്രോ എ ബോൾ ടു എ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് 100 മീറ്റർ. ഹൗ മച്ച് ഹൈ എബവ് ദ ഗ്രൗണ്ട് ക്യാൻ ദി ക്രിക്കറ്റർ ത്രോ ദി സെയിം ബോൾ? എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ക്രിക്കറ്ററിന് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് എത്ര എറിയാൻ പറ്റും, 100 മീറ്റർ എറിയാൻ പറ്റും. ശരിയാണല്ലോ, മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് 100 മീറ്റർ എറിയാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഇവന് എത്ര ഹൈറ്റിലേക്ക് ഈ ബോളിന് എറിയാൻ പറ്റും? ഈ ഹൈറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടുന്ന തീറ്റ എത്രയാണ്? തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി ആണ് അല്ലേ. ആ 45 ഡിഗ്രി ഉപയോഗിച്ചുകൊണ്ട് റേഞ്ചിനുള്ള ഇക്വേഷൻ എന്താണ്? റേഞ്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് യു കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി ഒരെണ്ണം കിട്ടും. ആ ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം ആ ഇനീഷ്യൽ വെലോസിറ്റി കൊണ്ട് എറിയാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കണം. ശരിയല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? എന്താ പറഞ്ഞിട്ടുള്ളത്? മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് തന്നിട്ടുണ്ട് അല്ലേ, ആർ മാക്സ് എത്ര, 100 മീറ്റർ. ചോദിച്ചിട്ടുള്ളത് ഹൗ മച്ച് ഹൈ അബവ് ദ ഗ്രൗണ്ട് ക്യാൻ ദ ക്രിക്കറ്റർ ത്രോ ദ സെയിം ബോൾ. അവന് എത്ര ഹൈറ്റ് വരെ എറിയാൻ പറ്റും, എച്ച് മാക്സ് കണ്ടുപിടിക്കണം. ഇതാണല്ലോ ചോദിച്ചിട്ടുള്ളത്. തമ്മിലുള്ള റിലേഷൻ ഇല്ലേ, എച്ച് മാക്സ് ഈസ് ഈക്വൽ ടു ആർ മാക്സ് ഡിവൈഡഡ് ബൈ 2. ആൻസർ എന്ത് കിട്ടും? ആർ മാക്സ് ഈസ് 100 ഡിവൈഡഡ് ബൈ 2 ഈസ് 50 മീറ്റർ. മൂക്കിൽ നേരെ തൊടുന്നതിന് പകരം കറങ്ങി മൂക്കിൽ തൊടുന്ന ഒരു മെത്തേഡ് ആയി പോകും ഈ മെത്തേഡിലേക്ക് നിങ്ങൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്ത ക്വസ്റ്റ്യൻ, എ പ്ലെയിൻ ഫ്ലൈയിങ് ഹൊറിസോണ്ടലി അറ്റ് 100 മീറ്റർ പെർ സെക്കൻഡ് അറ്റ് എ ഹൈറ്റ് ഓഫ് 1000 മീറ്റർ റിലീസസ് എ ബോംബ് ഫ്രം ഇറ്റ്. Find the A part of the question. Time taken by the bomb to reach the ground. B part. Velocity with which it hits the target on the ground. C. Distance of the target. Question എന്താ പറഞ്ഞിരിക്കുന്നത്? A plane flying horizontally at 100 meter per second at a height of 1000 meter. ഇപ്പൊ എന്താ പറയുന്നത്? 1000 മീറ്റർ ഹൈറ്റില് 100 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ഒരു വിമാനം പറന്നു പോകുന്നു. ഓക്കെ, ഇപ്പൊ എന്താ പറയുന്നത്? ഇവിടെ ഒരു ഫ്ലൈറ്റ് പറന്നു പോവുകയാണ് വിത്ത് എ വെലോസിറ്റി ഓഫ് 100 മീറ്റർ പെർ സെക്കൻഡ്. ഇത് എത്ര ഹൈറ്റ് നിന്നാ, തറയിൽ നിന്ന് നമ്മുടെ ഹൊറിസോണ്ടലിൽ നിന്ന് എത്ര മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത്? 1000 മീറ്റർ ഉയരത്തിൽ. ഇപ്പോൾ 1000 മീറ്റർ ഹൈറ്റിൽ ഒരു എയ്റോപ്ലെയിൻ പറന്നു പോവുകയാണ് വിത്ത് എ വെലോസിറ്റി ഓഫ് 100 മീറ്റർ പെർ സെക്കൻഡ്. റിലീസസ് എ ബോംബ് ഫ്രം ഇറ്റ്. ഇതൊരു യുദ്ധവിമാനമായിരിക്കണം. ഇന്നൊരു ബോംബ് ഇടുകയാണ്. ഈ ബോംബ് ഇങ്ങനെ നേരെ താഴെയാണോ വീഴുന്നത്? അല്ല, ബോംബ് ഇങ്ങനെ ആയിരിക്കും വീഴുന്നത്. റിലീസസ് എ ബോംബ് ഫ്രം ഇറ്റ്, കാര്യം ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ദ ബോംബ് ടു റീച്ച് ദ ഗ്രൗണ്ട്. ഇവിടെ നിന്ന് ഇവിടെ എത്താൻ എടുത്ത സമയം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലാക്കുക, ഇവിടെ നിന്ന് ഇവിടെ എത്താൻ എടുത്ത സമയം ഇവന് ഡ്രോപ്പ് ചെയ്യാൻ എടുത്ത സമയവും സെയിം തന്നെ ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും. സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണ്, ഇവിടെ നിന്ന് ഇവിടെ എത്താൻ എടുത്ത സമയം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞ എന്താണ്, ഓടുന്ന വിമാനത്തിൽ നിന്നിട്ടാലും വെറുതെ നിർത്തിയിട്ടില്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ താഴെ ഇട്ടാലും എത്താൻ എടുക്കുന്ന സമയം സെയിം ആയിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ താഴേക്ക് വരാനുള്ള കാരണം ആരൊക്കെയാണ്? ഇവൻ ഇങ്ങനെ വരാനുള്ള കാരണം ഇവനൊരു ഹൊറിസോണ്ടൽ വെലോസിറ്റിയും ഒരു വെർട്ടിക്കൽ വെലോസിറ്റിയും ആയിരിക്കും. ഇവൻ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് വരാനായിട്ടുള്ള കാരണം ആര് തന്നെയാണ്? ഈ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ് വെലോസിറ്റി മാത്രമാണ്. ശരിയല്ലേ? അപ്പോൾ താഴേക്ക് വരാൻ കാര്യം ആര് മാത്രമാണ്? ഈ ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമാണ് അതിനുള്ള കാരണം.
ഇവൻ ഇനിഷ്യൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയായിരിക്കും? വിമാനം പറന്നു പോകുമ്പോൾ അല്ലെങ്കിൽ മുമ്പോട്ട് പോകുമ്പോൾ ഇവന് ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ ഉള്ളൂ. വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ടാവും. വിമാനം എന്താ ഇങ്ങനെ പറന്നു പോകുന്നത്, താഴോട്ടോ മുകളിലോട്ടോ ആവുന്നില്ല, നേരെ പറന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തില്ല? വെർട്ടിക്കൽ വെലോസിറ്റി ഇവനില്ല. വെർട്ടിക്കൽ വെലോസിറ്റി 0 അല്ലേ? ഇവൻ താഴേക്ക് വരാനുള്ള കാര്യം ആര് മാത്രമാണ്? വെർട്ടിക്കൽ വെലോസിറ്റി മാത്രമാണ്. ഇവൻ ഇനി താഴേക്ക് വരുന്ന ആര് കാരണമാണ്? എ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ജി എന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടാണ് ഇവൻ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓടുന്നൊരു വിമാനത്തിനായാലും അവന്റെ ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി എത്രയാണ്? 0. നിർത്തിയിട്ടിരുന്നിട്ട് വിടുന്ന ഒരു ഡ്രോപ്പ് ചെയ്യുന്ന വസ്തു ആയാലും അവന്റെയും ഇനിഷ്യൽ വെലോസിറ്റി എത്ര തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. അപ്പോൾ റൺ ചെയ്യുന്നതായാലും ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി 0 ആണ്. നിർത്തിയിട്ടിരിക്കുന്നതായാലും ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. അങ്ങനെയെങ്കിൽ അവന് അറ്റൈൻ ചെയ്യുന്ന വെലോസിറ്റി എന്താണ്? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന ഇക്വേഷൻ പ്രകാരം യു 0 ആയതുകൊണ്ട് എ ടി എന്ന വെലോസിറ്റി രണ്ടുപേർക്കും ഒരുപോലെ തന്നെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു ജി ടി എന്ന ഇക്വേഷൻ രണ്ടുപേർക്കും റൺ ചെയ്യുന്ന വിമാനത്തിനായാലും സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ഹെലികോപ്റ്ററിൽ നിന്ന് ഇടുന്നതായാലും രണ്ടുപേർക്കും കിട്ടുന്ന അറ്റൈൻ ചെയ്യുന്ന വെലോസിറ്റി സെയിം തന്നെ ആയിരിക്കും. ഏത് വെലോസിറ്റിയാ പറയുന്നത്? വെർട്ടിക്കൽ വെലോസിറ്റി സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരേ സമയത്ത് താഴെ എത്തും. അപ്പൊ ഇനി എന്താ ചിന്തിക്കേണ്ടത്? നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിരിക്കുന്നതിലേക്ക് തിരിച്ചു വരികയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 100 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്ന ഒരു വിമാനത്തിൽ നിന്ന് ഒരു വസ്തുവിനെ താഴേക്ക് ഇടുന്നു. ഇവൻ താഴെ എത്താൻ എടുത്ത സമയം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്തെന്നറിയാം? ഇവൻ താഴെ എത്താൻ എടുക്കുന്ന സമയം എന്ന് വെച്ചാൽ എന്തിന്റെ സമയം തന്നെയാണ്? ഫ്രീ ഫോളിന് എടുക്കുന്ന അതേ സമയം തന്നെയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നു ടൈം ടേക്കൺ ടു reach the ground, comma, it is same as time of free fall. It is same as time of free fall എടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ആ ടൈം ഓഫ് ഫ്രീ ഫോൾ എങ്ങനെ കണ്ടുപിടിക്കാടെ? യു ഈസ് ഈക്വൽ ടു എത്രയാണ്? വേണമെങ്കിൽ യു വൈ എന്ന് വേണമെങ്കിലും കൊടുക്കാം. യു ഈസ് ഈക്വൽ ടു എന്താണ്? 0. മനസ്സിലാക്കുക എന്തുകൊണ്ട് 0 എടുത്തു. ഇവർ റെസ്റ്റിനെന്നല്ല അർത്ഥം, ഇവന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് 0 എന്ന് എടുക്കുന്നു. യു ഈസ് ഈക്വൽ ടു 0. ഇവൻ ആക്ട് ചെയ്യപ്പെടുന്ന ആക്സിലറേഷന്റെ വാല്യൂ എത്രയാണ്? എ ഈസ് ഈക്വൽ ടു ജി തന്നെയാണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്തുകൊണ്ട് മൈനസ് ചെയ്തില്ല? ഇവൻ താഴേക്കാണ് വരുന്നത്. വെലോസിറ്റിയും താഴേക്കാണ്, ആക്സിലറേഷനും താഴേക്കാണ്. അപ്പോൾ വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിൽ തന്നെ ആക്സിലറേഷൻ പോകുന്നുണ്ട്. നമ്മൾ എന്തെന്നെടുത്തു? പോസിറ്റീവ് എന്ന് എടുത്തു. അല്ലെങ്കിൽ താഴേക്ക് വരുമ്പോൾ ആക്സിലറേഷൻ പോസിറ്റീവ് എന്ന് പഠിച്ചു വെച്ചാലും ശരി തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. ഇനി ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? എസ് ഈസ് ഈക്വൽ ടു വെർട്ടിക്കൽ മോഷൻ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് 1000 മീറ്റർ. നെഗറ്റീവ് കൊടുക്കൂ? ഇല്ല. കാര്യം താഴേക്ക് വരുന്ന മോഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. താഴേക്ക് വരുന്ന എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തേക്കാണ്. താഴേക്ക് വരുന്ന മോഷനിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ത് തന്നെയാണ്? 1000 നിന്ന് എടുക്കുന്നു, പ്ലസ് 1000 നിന്ന് എടുക്കുന്നു. പിന്നെ ഈ ഡിസ്പ്ലേസ്മെന്റ് കടക്കാൻ എടുക്കുന്ന ടൈം ടി ഈസ് ഈക്വൽ ടു എത്ര? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഇക്വേഷൻ ഉപയോഗിച്ചൂടെ? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസിന്റെ വാല്യൂ എത്രയാണ്? 1000 ഈസ് ഈക്വൽ ടു യു ഈസ് 0 ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു 9.8 ഇൻറ്റു ടി സ്ക്വയർ. ഇവിടെ നിന്ന് ടി സ്ക്വയറിനുള്ള ഇക്വേഷൻ എന്താ ഉണ്ടാക്കി എന്ത് കിട്ടും? അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. 1000 ഈസ് ഈക്വൽ ടു ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 4.9 ടി സ്ക്വയർ. ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1000 ഡിവൈഡഡ് ബൈ 4.9. 1000 ഡിവൈഡഡ് ബൈ 4.9 ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കാൽക്കുലേറ്റർ ചെയ്യാനേ ഇപ്പം നമുക്ക് നിവൃത്തിയുള്ളൂ. അത് റൂട്ടൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1000 ഡിവൈഡഡ് ബൈ 4.9 എന്നുള്ളത് നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ 14.28 എന്ന് കിട്ടുന്നു. 14.28 സെക്കൻഡ് എന്ന് കിട്ടി. അപ്പം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇവിടെ നിന്ന് തറയിലൊരു എത്താൻ എടുത്ത സമയം കണ്ടുപിടിച്ചു. എന്താ നമ്മൾ മനസ്സിലാക്കിയ കൺസെപ്റ്റ്? ഫ്രീ ഫോളിന് എടുക്കുന്ന അതേ സമയം തന്നെ ആയിരിക്കും ഈ ഒരു കണ്ടീഷനും എടുക്കുന്ന സമയം. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 14.28 എന്ന സമയം കണ്ടുപിടിച്ചു. റൈറ്റ് സൈഡ് എഴുതിയിട്ടേക്കാം, ആവശ്യമുള്ളതാണ്. 14.28 സെക്കൻഡ്. അപ്പോൾ എ പാർട്ട് കംപ്ലീറ്റ് ചെയ്തല്ലേ? എ പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് ഹിറ്റ്സ് ദ ടാർഗറ്റ് ഓൺ ദി ഗ്രൗണ്ട്. നല്ലപോലെ പിന്നെയും ചിന്തിക്കാനായിട്ടുള്ള കാര്യമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് ഹിറ്റ്സ് ദ ടാർഗറ്റ് ഓൺ ദി ഗ്രൗണ്ട്. അപ്പോൾ ഇവൻ ഗ്രൗണ്ടിലേക്ക് എത്തുന്ന ആ ഒരു കൺസെപ്റ്റ് ഇതാ ഇതിന് തൊട്ട് മുന്നേ, ഇത് ഞാൻ ഈ വരച്ചിരിക്കുന്നത് ഇവൻ ഈ ഒരു മോഷനാണ്. ഗ്രൗണ്ടിലേക്ക് വന്ന് ഇടിക്കുന്ന വെലോസിറ്റിയാണ്. ഇതിനെ ഇത്ര ഭാഗത്തിന് ഞാനൊന്ന്
മാഗ്നിഫൈ ചെയ്തിവിടെ വരച്ചേക്കാണ്. അപ്പോൾ തറയിൽ വന്ന് ഇടിക്കുന്ന വെലോസിറ്റിയാണ്. അപ്പോൾ ഈ തറയിൽ വന്ന് ഇടിക്കുന്ന വെലോസിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെലോസിറ്റിയാണ് വരുന്നത് അല്ലേ. ഇത് രണ്ട് വെലോസിറ്റികളുടെ റിസൾട്ടന്റ് അല്ലേ ഈ ഒരു സ്ലാൻഡ് ചെയ്ത് കിട്ടുന്ന വെലോസിറ്റി. കാര്യം ആരാണ്? ഒരു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ടായിരിക്കും, ഒരു വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ടായിരിക്കും. ഈ രണ്ട് വെലോസിറ്റിയുടെയും കൂടെ റിസൾട്ടന്റ് ആയിട്ടാണ് എന്താ ഇങ്ങനെ ഈ തറയിൽ വന്ന് ഇടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതറിയാം. ഇത് എത്രയെന്ന് അറിയാം? 100 മീറ്റർ പെർ സെക്കൻഡ് എന്നറിയാം. എന്തുകൊണ്ട് 100 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നെ നമ്മൾ പറയുന്നു? കാര്യം പ്രൊജക്ടൈൽ മോഷനാണ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി എല്ലാ സമയത്തും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്, വ്യത്യാസം വരില്ല. അപ്പോൾ ഇത് 100 തന്നെയാണ്. ഇനി ഇതെത്രയായിരിക്കും? വെർട്ടിക്കൽ വെലോസിറ്റി. നമ്മളിപ്പോൾ പറഞ്ഞല്ലേ, ഇവിടെ നിന്ന് ഇവൻ തുടങ്ങുന്ന സമയത്ത് ഇവൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അതിനുശേഷം അവൻ ഈ താഴെ എത്തുമ്പോൾ ഇത്രയും വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് സഞ്ചരിക്കുമ്പോഴാണ് അവൻ ഇവിടെ എത്തുന്നത്. അപ്പോൾ ലോവർ മോസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ, ലോവർ മോസ്റ്റ് നമ്മൾ എടുക്കുന്ന ഏറ്റവും താഴത്തെ പോയിന്റാണ് കാണാൻ വേണ്ടി ഇവിടെ വരച്ചിരിക്കുന്നത്. ലോവർ മോസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ അവൻ സഞ്ചരിച്ച സമയം എന്ന് വെച്ചാൽ 14.28 സെക്കൻഡാണ്. ഈ 14.28 സെക്കൻഡ് കൊണ്ട് ഇവൻ എത്ര വെലോസിറ്റി ആർജിക്കുന്നു, അതാണ് ഇവന്റെ വെർട്ടിക്കൽ കമ്പോണന്റ്. ശരിയല്ലേ? അപ്പോൾ ഇവിടത്തെ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി നമുക്ക് എത്രയെന്ന് പറയാൻ പറ്റും? ഇവിടത്തെ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആയ Vy എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? U പ്ലസ് AT തുല്യമായിരിക്കും. ശരിയല്ലേ? യുടെ വാല്യൂ എത്രയാണ്? 0 പ്ലസ് എയുടെ വാല്യൂ 9.8 ഇൻറ്റു ടൈം. ഇവിടെ വരെ എത്താനെടുത്ത ഈ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് പൂർണ്ണമായി സഞ്ചരിക്കാൻ എടുത്ത സമയം 14.28. 9.8 ഇൻറ്റു 14.28 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടും നോക്കണം. 9.8 ഇൻറ്റു 14.28 ചെയ്ത് കഴിഞ്ഞാൽ 139.94 എന്ന് കിട്ടും. 139.94 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ആര്? വെർട്ടിക്കൽ വെലോസിറ്റി. ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയാണ്? Vx is equal to 100 മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ആരുണ്ട്? ഈ ഒരു വെക്ടറും ഉണ്ട്, ഈ ഒരു വെക്ടറും ഉണ്ട്. ഈ രണ്ട് വെക്ടറും ഉണ്ടെങ്കിൽ റിസൾട്ടന്റ് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? ഇതിന്റെ റിസൾട്ടന്റ് വെക്ടർ V is equal to root of Vx square plus Vy square. ഇപ്പൊ എന്ത് കിട്ടും? റൂട്ട് ഓഫ് Vx എന്ന് പറഞ്ഞാൽ ആരാണ്? 100ന്റെ സ്ക്വയർ, 100 സ്ക്വയർ പ്ലസ് Vy എന്ന് പറഞ്ഞാൽ ആരാണ്? 139.94 സ്ക്വയർ. ഇത് നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക് നോക്കാം. ആൻസർ ചെയ്യുമ്പോൾ 171.99 എന്ന് കിട്ടുന്നു മീറ്റർ പെർ സെക്കൻഡ്. അതിനെ റൗണ്ട് ചെയ്ത് 172 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതുന്നു. എന്താ പറഞ്ഞ കാര്യം? രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് ഇവിടെ വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് ഹിറ്റ്സ് ദ ടാർഗറ്റ് ഓൺ ദി ഗ്രൗണ്ട്. താഴെ വന്ന് ഇടിക്കുന്ന സമയത്ത് ഇവനുണ്ടായിരിക്കുന്ന വെലോസിറ്റി എത്രയാണെന്ന് ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുന്നു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. എന്ത് അറിയാം നമുക്ക്? ഈ താഴെ വന്ന് ഇടിക്കുമ്പോൾ ഇവന് ഹൊറിസോണ്ടൽ കമ്പോണന്റും ഉണ്ട്, ഹൊറിസോണ്ടൽ കമ്പോണന്റും ഉണ്ട്, വെർട്ടിക്കൽ കമ്പോണന്റും ഉണ്ട്. ആ രണ്ടിന്റെയും കൂടെ റിസൾട്ടന്റ് ആയിട്ടാണ് ഇവൻ ഇവിടെ വന്ന് ഇടിക്കുന്ന ഈ ഒരു ആംഗിളിൽ വരുന്ന വെലോസിറ്റി. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തെടുത്തു? ഏറ്റവും താഴെയുള്ള ഒരു പോയിന്റിന് എടുത്തു. ഏറ്റവും താഴെയുള്ള പോയിന്റിലും ആ മൈന്യൂട്ട് പോയിന്റിലും ഇടിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ ഇവിടെ വന്ന് എടുത്താലും ഇവന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റും ഉണ്ടാവും, വെർട്ടിക്കൽ കമ്പോണന്റും ഉണ്ടാവും. അതിന് റിസൾട്ടന്റ് ആയിട്ടാണ് ഇവൻ ഇവിടെ ഒന്ന് ഇടിക്കുന്നത്. ഇതിനെ മാഗ്നിഫൈ ചെയ്ത് ഇവിടെ വരച്ചു. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുണ്ട്, എല്ലായിടത്തും കോൺസ്റ്റന്റ് ആണ്. വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചു? വെർട്ടിക്കൽ മോഷൻ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട്, ഇനിഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് എടുത്തുകൊണ്ട് 14.28 എന്ന സമയത്തിൽ, ഏറ്റവും താഴെ എത്തുന്ന സമയത്ത് അവൻ ഉണ്ടായിരിക്കുന്ന വെർട്ടിക്കൽ വെലോസിറ്റി കണ്ടുപിടിച്ചു. വെർട്ടിക്കൽ വെലോസിറ്റിയും ഉണ്ട്, ഹൊറിസോണ്ടൽ വെലോസിറ്റിയും ഉണ്ടെങ്കിൽ രണ്ടിൻ്റെയും കൂടെ റിസൾട്ടന്റ് ആയിരിക്കും വന്നിടിക്കുന്ന വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റിയാണ് കണ്ടുപിടിച്ചത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ അതിന്റെ ഡയറക്ഷനൂടെ കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ? കാര്യം എന്താണ്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതിന്റെ ഡയറക്ഷനൂടെ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിച്ച് വയ്ക്കാം. ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാടെ? ഈ വിയുടെ ഡയറക്ഷൻ V is equal to tan theta is equal to Vy divided by Vx. പഠിച്ചിട്ടുണ്ടല്ലേ? രണ്ട് വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പരസ്പരം ഉണ്ടായിരിക്കുന്ന ആംഗിൾ അല്ലെങ്കിൽ അവരുടെ റിസൾട്ടന്റിന്റെ ആംഗിൾ tan theta ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു. tan theta is equal to എന്താണ്? Vy divided by Vx. എന്ത് കിട്ടും? Vy is 139.94. എളുപ്പത്തിന് വേണ്ടി ഞാൻ 140 എന്ന് എടുക്കുന്നു. 140 divided by Vx ന്റെ വാല്യൂ എത്രയുടെ? 100.
അപ്പോൾ എന്ത് കിട്ടും? ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ 5 ഇട്ട് 2 ഇട്ട് ക്യാൻസൽ ചെയ്താൽ 7/5 എന്ന് കിട്ടും. ഇത് ടാൻ തീറ്റയാണ്. തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ടാൻ ഇൻവേഴ്സ് 7/5. ഈ ടാൻ ഇൻവേഴ്സ് 7/5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 54, ഏകദേശം ഒരു 54 റേഞ്ചിലുള്ള ആൻസർ കിട്ടും. അത് ചെയ്ത് നോക്കിയാൽ മതി എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഡയറക്ഷൻ കണ്ടുപിടിക്കുക ചോദിക്കുന്നത്. ഡയറക്ഷൻ കണ്ടുപിടിച്ചാൽ ചെയ്യേണ്ട മെത്തേഡ്. അടുത്തത് ബി പാർട്ട് കംപ്ലീറ്റ് ആയല്ലേ. ഇനി അടുത്ത ആരുണ്ട്? ഡിസ്റ്റൻസ് ഓഫ് ദ ടാർഗറ്റ്. ഈ ടാർഗറ്റ് എത്ര ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഡിസ്റ്റൻസ് ഓഫ് ദ ടാർഗറ്റ് നമുക്ക് കണ്ടുപിടിച്ചിട്ടേ. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മുടെ കയ്യിൽ ഹൊറിസോണ്ടൽ റേഞ്ച് ഉണ്ടല്ലേ. ഹൊറിസോണ്ടൽ റേഞ്ച് അവർ ചോദിച്ചിട്ടുള്ളത്. നോക്കാം നമുക്ക്. ഡിസ്റ്റൻസ് ഓഫ് ദ ടാർഗറ്റ്. വിമാനം ഇവിടെ നിന്ന് പോകുന്നു. ഈ ടാർഗറ്റ് എത്ര ദൂരെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഹൊറിസോണ്ടൽ റേഞ്ചാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കും? R ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. വെലോസിറ്റി എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു വെച്ചല്ലേ? എത്രയാണ് കണ്ടുപിടിച്ചല്ല, തന്നിട്ടുണ്ട് 100 ഇൻറ്റു. എന്തുകൊണ്ട് ഈ വെലോസിറ്റി എടുത്തു? ഹൊറിസോണ്ടൽ റേഞ്ചിന് കാരണമാവുന്ന വെലോസിറ്റി ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമാണ് എന്ന തിരിച്ചറിവ് പ്രകാരം 100 ഇൻറ്റു ടൈം എത്രയാണ്? 14.28 ചെയ്ത് കഴിഞ്ഞാൽ എത്രയെന്ന് കിട്ടും? 1428 മീറ്റർ. റേഞ്ച് എത്രയെന്ന് കിട്ടി? 1428 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അത്യാവശ്യം വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു വിമാനത്തിൽ നിന്നും പറന്നു പോകുന്ന പ്ലെയിനിൽ നിന്നും ഒരു വസ്തുവിനെ താഴേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ അവനുണ്ടായിരിക്കുന്ന എന്തൊക്കെ കണ്ടുപിടിച്ചു? ടൈം കണ്ടുപിടിച്ചു, വെലോസിറ്റി തറയിൽ ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി കണ്ടുപിടിച്ചു, ഡിസ്റ്റൻസ് ഓഫ് ദ ടാർഗറ്റ് കണ്ടുപിടിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചാണ്. നന്നായിട്ട് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ NCERT ആണ്. A fighter plane flying horizontally at an altitude of 1.5 km with a speed of 720 km per hour passes directly over an anti-aircraft gun. At what angle from the vertical should the gun be fired for the shell with muzzle speed 600 meter per second to hit the plane? At what minimum altitude should the pilot fly the plane to avoid being hit? അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ ഫൈറ്റർ പ്ലെയിൻ ഫ്ലൈയിങ് ഹൊറിസോണ്ടലി അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 1.5 കിലോമീറ്റർ വിത്ത് എ സ്പീഡ് ഓഫ് 720 കിലോമീറ്റർ പെർ അവർ പാസസ് ഡയറക്ട്ലി ഓവർ ആൻ ആന്റി എയർക്രാഫ്റ്റ് ഗൺ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഹൈറ്റ്. തറയിൽ നിന്ന് 1.5 കിലോമീറ്റർ ഹൈറ്റിൽ ഒരു ഫ്ലൈറ്റ് പറന്ന് പോവുകയാണ് വിത്ത് എ വെലോസിറ്റി ഓഫ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് 720 കിലോമീറ്റർ പെർ അവർ. അത് എന്തിന് മുകളിലൂടെ പറന്നു പോകുന്നു എന്ന് പറഞ്ഞു? ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണിന് മുകളിലൂടെ പറന്നു പോകുന്നതായിട്ട് പറഞ്ഞു. എന്താണ് ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ പ്രൊജക്ട് ചെയ്തിട്ടുള്ള മിലിറ്ററി ആവശ്യങ്ങൾക്കായിട്ട് വെച്ചിട്ടുള്ള ഗണ്ണാണ്. ഇത് എയർക്രാഫ്റ്റ് കടന്നു കഴിഞ്ഞാൽ, അതിർത്തിയൊക്കെ കടന്ന് വിമാനങ്ങൾ പറന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ സെൻസ് ചെയ്തതിന് ശേഷം ഇത് വെടിവെച്ചിടും. ആ വിമാനത്തിനെ ഫയർ ചെയ്ത് നശിപ്പിച്ചു കളയും. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ആന്റി എയർക്രാഫ്റ്റ് ഗൺ എന്ന് വെച്ചാൽ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു വിമാനം ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണിന് തൊട്ട് മുകളിലായിട്ട് 720 കിലോമീറ്റർ പെർ അവറിൽ 1.5 കിലോമീറ്റർ മുകളിലൂടെ സഞ്ചരിച്ചു പോയി. ചോദിച്ചിട്ടുള്ളത് at what angle from the vertical ശ്രദ്ധിക്കുക, should the gun be fired? വെർട്ടിക്കലുമായിട്ട് എത്ര ആംഗിൾ തിരിച്ചിട്ടാണ് ഈ ഗൺ ഫയർ ചെയ്യേണ്ടത്? ഇതിന് വേണ്ടിയിട്ടാണ്, വിമാനത്തിനെ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഈ ഗണ്ണിന് കൊടുക്കാൻ പറ്റുന്ന മസിൽ സ്പീഡ്, ഇപ്പൊ എന്താ ഈ മസിൽ സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണ്ണ് ഫയർ ചെയ്യുന്നത് അല്ലെങ്കിൽ മിസൈൽ പോകുന്ന വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് മസിൽ സ്പീഡ് അല്ലെങ്കിൽ മസിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 600 മീറ്റർ പെർ സെക്കൻഡ് എന്ന മസിൽ വെലോസിറ്റിയിൽ എത്ര ആംഗിൾ വെർട്ടിക്കലുമായിട്ട് വെച്ച് കഴിഞ്ഞാലാണ് ഈ വിമാനത്തിനെ കൊള്ളിക്കാൻ പറ്റുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഇത് വെർട്ടിക്കലാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ വെടിവെച്ചു. ഈ വെടിവെക്കുന്ന സമയത്ത് വിമാനം ഇങ്ങനെ കടന്നു പോവുകയാണ് അല്ലേ. ആഫ്റ്റർ എ ടൈം ടി നമ്മൾ ഫയർ ചെയ്ത ബുള്ളറ്റിൻ സഞ്ചരിച്ച ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും വിമാനം സഞ്ചരിച്ച ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും സെയിം ആകണം, എങ്കിലേ വെടിയുണ്ട കൊള്ളൂ. ശരിയല്ലേ? എന്താ നമ്മൾ പറയുന്നത്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇങ്ങനെ പോകുന്നു. ടി സമയം കൊണ്ട് നമ്മൾ വെടിവെച്ച വെടിയുണ്ട ബുള്ളറ്റ് ഇത്ര ഡിസ്റ്റൻസാണ് സഞ്ചരിച്ചത്. അതേ സമയം കൊണ്ട് വിമാനം സഞ്ചരിച്ച ഡിസ്റ്റൻസ് ഇത്രയും ആണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ വെടിയുണ്ട ഇതുവഴിയും കടന്നുപോയി. വിമാനത്തിൽ കൊള്ളില്ല. അപ്പോൾ നമ്മൾ ഫയർ ചെയ്ത ബുള്ളറ്റിന്റെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് വിമാനത്തിന്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെക്കാളും കുറവാണെങ്കിൽ വെടിയുണ്ട കൊള്ളില്ല. ഇനി കൂടുതലാണെങ്കിലോ, നമ്മുടെ ബുള്ളറ്റിന്റെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇത്രയാണ്, വിമാനം എന്താ ഇവിടെ എത്തിയതേ ഉള്ളൂ, എങ്കിലോ വെടിയുണ്ട കടന്നു പോയതിന് ശേഷമായിരിക്കും വിമാനം ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. ഇത് കൊള്ളണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം?
നമ്മൾ ഫയർ ചെയ്ത ബുള്ളറ്റിന്റെ ഡിസ്പ്ലേസ്മെന്റും ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റും വിമാനത്തിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റും അല്ലെങ്കിൽ ഡിസ്റ്റൻസും സെയിം ആകണം എങ്കിൽ വെടിയുണ്ട കൊള്ളും. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ദാ ഈ ഒരു കണ്ടീഷനിൽ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഈ ഒരു കണ്ടീഷനിൽ വിമാനം സഞ്ചരിച്ച ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, വിമാനത്തിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ടല്ലേ 720 km/h ഇൻറ്റു ടി സമയം കഴിഞ്ഞപ്പോൾ അവൻ ഇവിടെ എത്തി എന്ന് വിചാരിക്കുക. ടി സമയം കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി എങ്കിൽ ഫ്ലൈറ്റിന്റെ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് ഫ്ലൈറ്റ് എന്തെന്ന് കിട്ടും നമുക്ക്? 720 ഇൻറ്റു ടി എന്ന് കിട്ടും. ഡിസ്റ്റൻസ് ഇൻറ്റു ടൈം എന്ന ഇക്വേഷൻ പ്രകാരം കിട്ടുന്നു. ഇനി നമ്മൾ ഫയർ ചെയ്ത വെടിയുണ്ട അല്ലെങ്കിൽ ആ ആന്റി എയർക്രാഫ്റ്റ് ഗൺ ഫയർ ചെയ്ത ബുള്ളറ്റ്, ആ ബുള്ളറ്റ് സഞ്ചരിച്ച ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സമയം ടി സമയം കൊണ്ട് ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. കാര്യം ഗൺ ഫ്ലൈറ്റ് ഇവിടെ എത്തുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ വെടിയുണ്ട ഇവിടെ എത്തണം. അപ്പം ടി സമയം കൊണ്ട് ഈ ബുള്ളറ്റ് സഞ്ചരിച്ച ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഏതോ ഒരു ആംഗിളിലാണല്ലോ ഇവനെ നമ്മുടെ ഫയർ ചെയ്തിട്ടുള്ളത്. ഈ ആംഗിൾ തീറ്റ, വെർട്ടിക്കലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആ തീറ്റ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തീറ്റ ആംഗിൾ എത്ര വെലോസിറ്റിയിലാണ് ഫയർ ചെയ്യുന്നത്? 600 m/s അല്ലേ? അങ്ങനെയെങ്കിൽ ഈ ഒരു ആംഗിളിലുള്ള വെലോസിറ്റി വെക്ടറിന് 2 കമ്പോണന്റ് ഉണ്ടായിരിക്കും. ഒന്ന് ഹൊറിസോണ്ടലും ഒന്ന് വെർട്ടിക്കലും. ഇതെന്തായിരിക്കും? 600 ആണെന്നുണ്ടെങ്കിൽ 600 cos ആംഗിൾ ഈസ് തീറ്റ. ശരിയാണോ? അല്ല. തീറ്റയോട് ചേർന്ന് നിൽക്കുന്ന കമ്പോണന്റിനെയാണ് നമ്മൾ കോസ് കമ്പോണന്റ് എന്ന് വിളിക്കുന്നത്. ഇതാണ് തീറ്റ. ഇത് അപ്പോൾ എന്താണ് വരുന്നത്? കോസ് അല്ല, സൈൻ ആണ്. എപ്പോഴും ഇവിടെ വരുന്ന കോസ് ആണെന്നൊന്നും പഠിച്ചു വെച്ചാൽ തീറ്റയുടെ അടുത്ത് നിൽക്കുന്ന കോസും തീറ്റയുടെ ദൂരെ നിൽക്കുന്നതും സൈനും ആണ്. അപ്പോൾ അത് ഇവിടെ ആരായിരിക്കും? 600 കോസ് തീറ്റ. ഇനി ഇത് ഡിസ്പ്ലേസ്മെന്റ്, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് മൂവ് ചെയ്യാനായിട്ടുള്ള കാരണമാകുന്ന വെലോസിറ്റി ആര് മാത്രമാണ്? ഇതാണ് ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ്. അപ്പോൾ ബുള്ളറ്റിന്റെ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഡിസ്റ്റൻസ് ഓഫ് ബുള്ളറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആയ ഇവിടുത്തെ ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയാണ്? 600 സൈൻ തീറ്റ ഇൻറ്റു ടി. അപ്പം നമ്മൾ എന്ത് പഠിച്ചു? ഈ ഒരു ഡിസ്റ്റൻസും തുല്യമാകുമ്പോഴാണ് വെടിയുണ്ട കൊള്ളുന്നതെന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ട കാര്യം ഇവിടെ കിടക്കുന്ന 2 വെലോസിറ്റിയുടെ യൂണിറ്റുകളും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 720 is in km/h and 600 is in m/s. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടുപേരെ ഒരേ യൂണിറ്റ് തന്നെ ആക്കണം. ഒന്നിൽ 72 km/h m/s മാറ്റണം, അല്ലെങ്കിൽ ഈ 600 m/s km/h മാറ്റണം. അപ്പോൾ നമുക്കിത് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതി SI യൂണിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ 720 നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാം? m/s മാറ്റുക. അപ്പോൾ എങ്ങനെയാണ് ഈ km/h m/s ആക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കറിയാം അല്ലേ, 1 km/1 അതിനെയാണ് നമ്മൾ km/h എന്ന് വിളിക്കുന്നത്. ഇതിനെ m/s മാറ്റിയാലോ? കിലോ ഈസ് 10⁻³ ദാറ്റ് ഈസ് 10⁻³ മീറ്റർ ഡിവൈഡഡ് ബൈ 1 ഹവറിനെ എങ്ങനെ നമുക്ക് സെക്കൻഡിലോട്ട് മാറ്റാം? 1 × 60 ചെയ്താൽ മിനിറ്റിലോട്ട് മാറും, ഒരു 60 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡിലോട്ട് മാറും. ഇപ്പം എന്ത് കിട്ടും നമുക്ക്? 10⁻³ ഈസ് 1000 divided by 60 into 60 into 1 is 3600 meter per second. Cancel ചെയ്യാലോ? സീറോസ് പോയി കഴിഞ്ഞാൽ 1 km/h is equal to 10 divided by 36 meter per second. ഈ 10 divided by 36നെ 2 കൊണ്ട് കട്ട് ചെയ്താൽ എന്തെന്ന് വരും? 10ൽ 5 പ്രാവശ്യം 2 ഉണ്ട്, 5 divided by 36ൽ 18 പ്രാവശ്യം 5/18. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര m/s ആണ്? 5/18 m/s ആണ്. അങ്ങനെയെങ്കിൽ 2 km/h എന്ന് വെച്ചാൽ എത്ര m/s ആയിരിക്കും? 2 × 5 divided by 18 m/s ആയിരിക്കും. x km/h എന്ന് വെച്ചാൽ എത്ര m/s ആയിരിക്കും? x × 5 divided by 18 m/s. എന്ത് പഠിച്ചു? km/h m/s തൊട്ട് മാറ്റാനായിട്ട് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. km/h m/s ആക്കി മാറ്റാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി m/s km/h ആക്കി മാറ്റാൻ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. km/h to m/s ആണെങ്കിൽ 5/18, m/s to km/h ആണെന്നുണ്ടെങ്കിൽ 18/5. അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോതെ പഠിച്ചു വെച്ചേക്കാം.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനി എന്തുണ്ട്, ഈ 72 നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം അല്ലേ. 72 കിലോമീറ്റർ പെർ അവർ ആണ് കിടക്കുന്നത്, അതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാം. നോക്കാം എങ്ങനെയാണെന്ന്. ഇവിടെ റൈറ്റ് സൈഡ് എഴുതുകയാണ്. 720 അല്ലേ, 720 കിലോമീറ്റർ പെർ അവർ. അതിനെന്ത് എഴുതാം, 720 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 18 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 1872 എത്ര പ്രാവശ്യം ചോദിച്ചാൽ 4 പ്രാവശ്യമാണെന്ന് അറിയാം അല്ലേ. അപ്പോൾ എന്ത് കിട്ടും, 40. 72 4 ആയതുകൊണ്ട് 40 ഇൻറ്റു 5 മീറ്റർ പെർ സെക്കൻഡ്. ഈ 40 ഇൻറ്റു 5 എന്ന് വെച്ചാൽ 200 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ, ഈ 720T നമ്മൾ എന്ത് മാറ്റി എഴുതി, 200T എന്ന് മാറ്റി എഴുതി. എന്തിനു വേണ്ടി മാറ്റി എഴുതി, യൂണിറ്റുകൾ സെയിം ആക്കാൻ വേണ്ടി മാറ്റി എഴുതി. ഇനി എന്ത് ചെയ്യാം, ഇത് രണ്ടും തുല്യമാണ് അല്ലേ. ഇത് രണ്ടും തുല്യമാണെന്നുണ്ടെങ്കിൽ എന്ത് എഴുതാം, 200T is equal to 600 sin theta into T. 200ഉം 600ഉം ക്യാൻസൽ ചെയ്താൽ 3 എന്ന് കിട്ടും, ടിയും ടിയും പോകും. ഇപ്പം എന്ത് കിട്ടും, 1 is equal to 3 sin theta എന്നും sin theta is equal to 1 ഇപ്പുറത്ത് വന്നാൽ 1/3 എന്നും തീറ്റ is equal to എന്താണ്, sin inverse 1/3. സൈൻ അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, സൈൻ ഇൻവേഴ്സ് എന്നായിട്ട് മാറും. ഈ സൈൻ ഇൻവേഴ്സ് 1/3യുടെ വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കണം. അതിന്റെ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 19.47 ആൻസർ കിട്ടും. തീറ്റ is equal to 19.47 ഡിഗ്രി എന്ന് കിട്ടും. എന്താ കണ്ടുപിടിച്ചത്, 720 കിലോമീറ്റർ പെർ അവറിൽ പോകുന്ന 1.5 കിലോമീറ്റർ മുകളിലൂടെ പോകുന്ന ഫ്ലൈറ്റിൽ വെടിയുണ്ട കൊള്ളിക്കാൻ 600 മീറ്റർ പെർ സെക്കൻഡിൽ ഫയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗണ്ണ് വെർട്ടിക്കലുമായി 19.47 ഡിഗ്രി ചരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവനിൽ വെടിയുണ്ട കൊള്ളും. ഒന്നാമത്തെ പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇനി എന്താ രണ്ടാമത്തെ പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത്, അറ്റ് വാട്ട് മിനിമം ആൾട്ടിറ്റ്യൂഡ് ഷുഡ് ദ പൈലറ്റ് ഫ്ലൈ ദ പ്ലെയിൻ ടു അവോയ്ഡ് ബീങ് ഹിറ്റ്. അപ്പോൾ ഈ താഴെ നിന്ന് എന്താണ്, ഈ ആന്റി എയർക്രാഫ്റ്റ് ഗൺ ഫയർ ചെയ്യുന്നുണ്ട്. ഈ ഫയർ ചെയ്യുമ്പോൾ ആ പൈലറ്റ്, മുകളിലൂടെ പോകുന്ന പൈലറ്റ് എന്താ ചെയ്യുന്നത്, വെറുതെ അതേപോലെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വെടി വെച്ച് താഴെ ഇടും. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം എന്ത് ചെയ്യണം, ഈ വെടിയുണ്ട കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് താഴെ നിന്ന് ഇങ്ങനെ ഫയർ ചെയ്യുമ്പോൾ ഇങ്ങനെ പോകുന്ന വിമാനം ഒന്ന് ഉയർത്തി കൊടുക്കണം. ഉയർത്തി കൊടുക്കുമ്പോൾ വെടിയുണ്ട ഇങ്ങനെ കൊള്ളാതെ താഴെ വന്നാൽ കിട്ടും. അപ്പോൾ ഈ വിമാനം എത്ര ഹൈറ്റിലാണ് പൊങ്ങി പറക്കേണ്ടത് എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ എത്ര ഹൈറ്റിൽ പൊങ്ങി പറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയാം, ഇവിടെ 19.47 ഡിഗ്രിയിൽ 600 മീറ്റർ പെർ സെക്കൻഡിൽ വെടിയുണ്ട ഫയർ ചെയ്യുന്നുണ്ട്. ഇവൻ എത്ര ഹൈറ്റ് ഉയർന്നു പൊങ്ങുന്നു, ഈ എച്ച് കണ്ടുപിടിക്കണം. ആ എച്ചിനേക്കാൾ കൂടുതൽ ഹൈറ്റിൽ ആര് പറന്നു പോകണം, വിമാനം പറന്നു പോകണം, എങ്കിൽ വെടിയുണ്ട കൊള്ളൂല. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, തീറ്റ is equal to 19.47 വന്ന ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ആരെ കണ്ടുപിടിക്കണം, എച്ച് കണ്ടുപിടിക്കണം അല്ലേ. എങ്ങനെ കണ്ടുപിടിക്കാം, എച്ച് കണ്ടുപിടിക്കണം. എച്ചിനുള്ള ഇക്വേഷൻ എന്താ, എച്ചിനുള്ള ഇക്വേഷൻ എച്ച് is equal to u square sin square theta divided by 2g. എല്ലാത്തിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലില്ലേ, എന്താ ഉള്ളത്, h is equal to 600 square into sin square into തീറ്റയുടെ വാല്യൂ എത്രയാണ്, 19.47 divided by 2 into 9.8. ചെയ്തൂടെ ആൻസർ. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു വലിയ തെറ്റായിരിക്കും കിട്ടുന്നത്. കാര്യം എന്താ തെറ്റ് വന്നത്, നമ്മൾ കൊടുത്ത ആംഗിൾ തെറ്റാണ്. ഒരു പ്രൊജക്ടൈൽ മോഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയാം, പ്രൊജക്ടൈൽ മോഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആംഗിളാണ് എടുക്കേണ്ടത് അല്ലേ. പ്രൊജക്ട് ചെയ്യുമ്പോൾ ഈ ആംഗിൾ ആണോ 19.47 അല്ല. ആദ്യം വരച്ചപ്പോഴും നമ്മൾ ഇവിടെ അല്ലായിരുന്നു ആംഗിൾ വരയ്ക്കേണ്ടിയിരുന്നത്. എവിടെ വരയ്ക്കേണ്ടിയിരുന്നത്, ഇതാണ് 19.47. ശരിയല്ലേ, ഇറ്റ് ഈസ് ദ ആംഗിൾ വിത്ത് വെർട്ടിക്കൽ. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് വെർട്ടിക്കലാണ് ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതെന്താണ്, തീറ്റ ഇതാണ്. പ്രൊജക്ടൈൽ നമ്മൾ എടുക്കേണ്ട ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇവിടെ വരുന്ന ആംഗിൾ ആണ് അല്ലേ. ഇതെത്രയാണ്, 90 മൈനസ് 19.47. ഇറ്റ് ഈസ് ദിസ് തീറ്റ. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്, ഇവനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കേണ്ട ആൻസർ എന്താണ്, സൈൻ സ്ക്വയർ ഇൻറ്റു 90 മൈനസ് 19.47. ദിസ് ഈസ് ദി ആംഗിൾ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് കിട്ടും. ഹൈറ്റ് എന്ന് വെച്ചാൽ എത്ര കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ 19.6 കിലോമീറ്റർ എന്ന് കിട്ടും. അത് കിട്ടുന്ന മീറ്ററിലാണ് കിട്ടുന്നത്. ഞാൻ അതിനെ നേരിട്ട് കിലോമീറ്ററിലാക്കി എഴുതിയേക്കാണ്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇത് ചെയ്ത് നോക്കുമ്പോൾ കിലോമീറ്ററിലൊരു ആൻസർ കിട്ടും, മീറ്ററിലൊരു ആൻസർ കിട്ടും. അതിനെ കിലോമീറ്ററിലോട്ട് മാറ്റും. ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ കിലോമീറ്ററിൽ എഴുതിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വെടിയുണ്ട കൊള്ളാതിരിക്കണമെന്നുണ്ടെങ്കിൽ
1.5 കിലോമീറ്റർ ഉയരത്തിൽ പറക്കുന്ന വിമാനം എത്ര കിലോമീറ്റർ ഉയരത്തിൽ പറക്കണം? 19.6 കിലോമീറ്റർ ഉയരത്തിൽ പറക്കണമെങ്കിൽ ഇത് കൊള്ളാതിരിക്കും. അപ്പൊ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻസിആർടിയുടെ ക്വസ്റ്റ്യൻ ആണ്. 1.5 കിലോമീറ്റർ ശ്രദ്ധിക്കുക, 720 അത് കിലോമീറ്റർ പെർ അവർ ആണെന്ന കാര്യം വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. ആംഗിൾ തന്നിരിക്കുന്നത് വെർട്ടിക്കലുമായിട്ടാണോ ഹൊറിസോണ്ടലുമായിട്ടാണോ എന്ന് ശ്രദ്ധിക്കുക. സ്പീഡ് തന്നിട്ടുള്ള ശ്രദ്ധിക്കുക. സ്പീഡ് 2 സ്പീഡ് ഉണ്ടെങ്കിൽ 2 സ്പീഡും SI യൂണിറ്റിൽ തന്നെയാണോ എന്ന് നോക്കുക. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ SI യൂണിറ്റിലോട്ട് മാറ്റുക. ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നോക്കി അതുപോലെ ചെയ്യുക. നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, നല്ലപോലെ നോക്കുക. ക്വസ്റ്റ്യൻ ആൻസർ എഴുതേണ്ട പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ് സ്റ്റെപ്സ് ഒന്നും ഞാൻ എഴുതിയെടുത്തിട്ടില്ല. അത് നിങ്ങളുടേതായ രീതിയിൽ ചെയ്തു നോക്കുക, നമ്മൾ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു പ്രോബ്ലം നോക്കാം. നേരത്തെ ചെയ്ത പോലത്തെ ടൈപ്പാണ്. എ ബോംബ് ഈസ് റിലീസ്ഡ് ഫ്രം an aeroplane when it was at a height of 1960 meter above a point A on the ground and was moving with a speed of 100 meter per second. Find the distance A to the point where the bomb strikes the ground. എന്താ പറഞ്ഞിരിക്കുന്നത്? എ ബോംബ് ഈസ് റിലീസ്ഡ് ഫ്രം an aeroplane when it was at a height of 1960 meter above a point A. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. ആ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും 1960 മീറ്റർ ഹൈറ്റിലെത്തിയപ്പോൾ ഒരു ബോംബ്, എന്താ എയറോപ്ലെയിൻ അല്ലേ, എയറോപ്ലെയിനിൽ നിന്ന് ഒരു ബോംബ് താഴേക്ക് ഇട്ടു. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആ എയറോപ്ലെയിൻ എത്ര വെലോസിറ്റിയിൽ പോകുന്നതായിട്ട് പറഞ്ഞു? 100 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്ത് പോകുന്നതായിട്ട് പറഞ്ഞു. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് എ ടു ദ പോയിന്റ് വേർ ദ ബോംബ് സ്ട്രൈക്സ് ദ ഗ്രൗണ്ട്. എയിൽ നിന്നും ബോംബ് എവിടെയാണോ വീഴുന്നത് അതുവരെയുള്ള ദൂരം എത്രയാണ്? ഇത് കണ്ടുപിടിക്കണം, റേഞ്ച്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തെന്നറിയാടെ? ഹൊറിസോണ്ടൽ റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ റേഞ്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ ഇവൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയാണ്? ഈ ഒരു 100 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് എല്ലായിടത്തും കോൺസ്റ്റന്റ് ആയി തന്നെ നിൽക്കുന്നതാണ് അല്ലേ. എന്ത് കിട്ടും? 100 ഇൻറ്റു ടൈം. ഇവിടെ എത്താൻ എടുക്കുന്ന ടൈം എങ്ങനെ കണ്ടുപിടിക്കാം? ഇങ്ങനെ വരാനെടുക്കുന്ന ടൈമും സെയിം ആണല്ലേ. അപ്പോൾ ടൈം ടി ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? ടൈം നമുക്ക് കണ്ടുപിടിക്കണം. ഇവൻ ഇവിടെ നിന്ന് താഴെ എത്താനെടുത്ത ഡിസ്പ്ലേസ്മെന്റ്, എത്ര ഡിസ്പ്ലേസ്മെന്റ് അവൻ മൂവ് ചെയ്തത്? 1960 മീറ്റർ അവൻ മൂവ് ചെയ്തു. ഇവന്റെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? 100 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ഇനി പറയരുത്, നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇവന്റെ ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി is equal to 0. ആക്സിലറേഷൻ എന്താ? ആക്സിലറേഷൻ is equal to g ആണ്. is equal to 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. താഴേക്ക് വരുന്നു, g പോസിറ്റീവ് ആയിട്ട് എടുത്തു. ടൈം കണ്ടുപിടിക്കാമല്ലോ. ബൈ ദ ഇക്വേഷൻ s is equal to ut plus half a t square. s ന്റെ വാല്യൂ 1960 is equal to u is 0 into t plus half into a is 9.8 into t square. This cancelling we get as 4.9. ഇത് കിട്ടും 1960 is equal to 4.9 t square. Then t square is equal to എന്ത് എഴുതാം? നമുക്ക് സോൾവ് ചെയ്യാം അല്ലേ. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1960 divided by 4.9. നമുക്ക് ഇത് ചെയ്യുമ്പോൾ ആൻസർ 400 എന്ന് കിട്ടും. 4 into 49 into 4 ആണ് 196. 49 into 4 ആണ് 196. അത് പ്രകാരം എഴുതിയത്. അപ്പോൾ t is equal to എന്തെന്ന് കിട്ടും? t is equal to root of 400. Square root of 400 is 20 second. അപ്പോൾ ടൈം നമുക്ക് എത്രയെന്ന് കിട്ടി? 20 സെക്കൻഡ് എന്ന് കിട്ടി. ഇവിടെ നിന്ന് ഇതുവരെ എത്താൻ എടുത്ത ടൈം 20 സെക്കൻഡ്. അപ്പോൾ റേഞ്ച് എന്തായിരിക്കും? 100 into 20, 2000 മീറ്റർ or 2 കിലോമീറ്റർ. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? റേഞ്ച് കണ്ടുപിടിച്ചു. ഇതുപോലത്തെ ക്വസ്റ്റ്യനും നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇന്ന് ചെയ്ത എല്ലാ പ്രോബ്ലവും നന്നായിട്ട് നോക്കി വെച്ചേക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക.